പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതകളെക്കുറിച്ച് KS രവികുമാർ എഴുതിയ ലേഖനമായ പ്രകൃതി പാഠങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മനുഷ്യന് പ്രകൃതിയെ കീഴടക്കാനും ജീവിത പുരോഗതിക്കായി ചൂഷണം ചെയ്യാനും അധികാരം ഉള്ളതായി കരുതിയിരുന്ന കാലത്തു നിന്ന് പ്രകൃതിയെ കീഴടക്കുകയല്ല, ഇണക്കി ജീവിക്കുകയാണ് വേണ്ടത് എന്ന കാഴ്ചപ്പാടിലേക്കാണ് ഇന്ന് ലോകം എത്തിയിട്ടുള്ളത്. പരിസ്ഥിതിക്ക് അനുകൂലമായ ജീവിത കാഴ്ചപ്പാടാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. വയലോപ്പിള്ളി കവിതകളിലെ പരിസ്ഥിതി ദർശനം അവതരിപ്പിക്കുകയാണ് ഈ ലേഖനത്തിൽ. 20ാം നൂറ്റാണ്ടിൻ്റെ സൂക്ഷ്മവും സങ്കീർണവുമായ ഹൃദയതാളം ആവിഷ്കരിച്ച കവിയാണ് വയലോപ്പിള്ളി ശ്രീധരമേനോൻ. ഹൃദയതാളം എന്നാൽ ഹൃദയത്തിൻ്റെ താളം. 20ാം നൂറ്റാണ്ടിൻ്റെ സൂക്ഷ്മവും സങ്കീർണവുമായ ഹൃദയതാളം ആവിഷ്കരിക്കാൻ വയലോപ്പിള്ളി കവിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകം തന്നെ ആകെ മാറിപ്പോയ കാലമായിരുന്നു അത്. ആ പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ആഴത്തിൽ കേരള സമൂഹത്തെയും മാറ്റിമറിച്ചു. കേരള സമൂഹത്തെയും ഈ മാറ്റങ്ങൾ മാറ്റിമറിക്കുകയുണ്ടായി. അനുഭവത്തെയും വിചാരത്തെയും ലോകബോധത്തെയും അത് ആകെ ഇളക്കിമറിച്ചു. പുതിയ കാഴ്ചപ്പാടുകളും ജീവിത സമീപനവും രൂപപ്പെട്ടു. സാമൂഹികവും വൈയക്തികവുമായ തലങ്ങളിലുണ്ടായ ഈ ചലനങ്ങളോടൊപ്പം ഗാഢമായി പ്രതികരിച്ച കവിയായിരുന്നു വയലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓരോന്നും ഇത്തരം ലോകാനുഭവത്തിൻ്റെ സാന്ദ്ര മുദ്രകൾ പതിഞ്ഞവയാണ്. മാനവികതയാണ് വയലോപ്പിള്ളി കവിതകളുടെ അടിസ്ഥാനം. മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വാകാംക്ഷയുടെയും ഇഴകൾ ഇടകലർന്നതായിരുന്നു ഈ കാഴ്ചപ്പാട്. അതിൻ്റെ വൈവിധ്യ സാധ്യതകളെ സാക്ഷാത്കരിച്ചതുകൊണ്ടാണ് വയലോപ്പിള്ളിയുടെ കവിത ജീവിത മഹത്വത്തിൻ്റെയും മാനവികതാബോധത്തിൻ്റെയും കൊടിപ്പടമുയർത്തിയത്. വയലോപ്പിള്ളി കവിത ജീവിത മഹത്വത്തിൻ്റെയും മാനവികതാബോധത്തിൻ്റെയും കൊടിപ്പടമുയർത്തിയതാണ്. വയലോപ്പിള്ളി കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ മഹത്വവും മാനവികതാ ബോധവുമാണ്. അതിൻ്റെ ഒരു മുഖം പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യൻ്റേതാണ്. പ്രകൃതിയെ തൻ്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റിത്തീർത്താണ് മനുഷ്യൻ അവൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പ്രകൃതിയെ മാറ്റിമറിക്കുകയുണ്ടായി. പലപ്പോഴും പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയാണ് മനുഷ്യൻ ചെയ്തത്. ഒപ്പം അത്തരം കീഴടക്കലുകളിലൂടെ അവൻ്റെ സാഹസിക ബോധത്തിനും സന്ദർപ്പണം ലഭിക്കുകയും ചെയ്തു. ഏതു മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും ഏതു മഹാവിപിനത്തിൻ്റെയും രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ വിളംബരമായി തീർന്നു ആ ഗണത്തിൽപ്പെടുത്താവുന്ന വയലോപ്പിള്ളി കവിതകൾ. സാഗരം എന്ന് വെച്ചാൽ കടൽ എന്നർത്ഥം, വിപിനം കാട് എന്നർത്ഥം. അഗാധ സാഗരത്തെയും മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും ഏത് മഹാവിപിനത്തിൻ്റെയും രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ വിളംബരമായി തീർന്നു ആ ഗണത്തിൽപ്പെടുത്താവുന്ന വയലോപ്പിള്ളി കവിതകൾ. ലോകത്തെ പുതുക്കി പണിയാനുള്ള മനുഷ്യൻ്റെ കർമ്മശേഷിയുടെയും ഇച്ഛയുടെയും പ്രതിഫലനങ്ങൾ വയലോപ്പിള്ളി കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ പുതുക്കി പണിയാനുള്ള മനുഷ്യൻ്റെ കർമ്മശേഷിയുടെയും ഇച്ഛയുടെയും പ്രതിഫലനങ്ങൾ വയലോപ്പിള്ളി കവിതയിൽ കാണാം. ഏത് മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും ഏത് മഹാവിപിനത്തിൻ്റെയും രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ വിളംബരമായിരുന്നു വയലോപ്പിള്ളി കവിതകൾ. തീവണ്ടിക്ക് പോകുന്നതിനായി പാതയൊരുക്കാൻ മല തുരക്കുന്നതിനിടയിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും മനുഷ്യൻ്റെ ശക്തി ഈ അദ്രിയെ ജയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു വയലോപ്പിള്ളി. മർത്യവീരമീ അദ്രിയെ വെല്ലുമെന്ന്
മലതുരക്കൽ എന്ന കവിതയിൽ വൈലോപ്പിള്ളി പ്രഖ്യാപിക്കുന്നുണ്ട്. മനുഷ്യന് ഭൂമിയിലുള്ള സവിശേഷ അധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന മാനവികതാ ബോധത്തിന് ഊന്നൽ നൽകി എന്നതായിരുന്നു ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം. വികസനത്തെയും മാനവികതയെയും കേരളീയ സാഹചര്യങ്ങളിൽ വിലയിരുത്തുന്നതായിരുന്നു വൈലോപ്പിള്ളിയുടെ ആദ്യകാല കവിതകൾ. പ്രകൃതിക്ക് മേൽ മനുഷ്യൻ മേൽക്കൈ നേടുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ പല കവിതകളിലും കാണാം. മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ സവിശേഷ അധികാരമുണ്ട്. മനുഷ്യന് ഭൂമിയുടെ മേലും പ്രകൃതിയുടെ മേലും സവിശേഷമായ ഒരു അധികാരം ഉണ്ട്. ഈ വിശ്വാസമാണ് ആ കവിതകൾക്ക് പിന്നിലുള്ളത്. ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ വർത്തിക്കുന്ന മനുഷ്യൻ ഭൂമിയെയും ഇതര ജീവജാലങ്ങളെയുമെല്ലാം തൻ്റെ ഭൗതിക സൗകര്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന ഒരു അതിമനുഷ്യനായി മാറുന്നു. കാട് നാടാക്കുന്നവർ, പുഴയെ അണകെട്ടി മെരുക്കുന്നവർ, കുന്നും കുഴിയും നികത്തി സമതലമാക്കുന്നവർ, ജലസ്ഥാനങ്ങളെ വരൽപ്പറമ്പാക്കുന്നവർ, പ്രകൃതിക്ക് മേൽ നിർമ്മിതികൾ കൊണ്ട് കോട്ട കെട്ടുന്നവർ, അതായിരുന്നു ആ മനുഷ്യർ. കാടിനെ നാടാക്കുകയും ക്രമേണ നാടിനെ നഗരമാക്കുകയും ചെയ്യുന്ന വികസന വീക്ഷണത്തിൻ്റെ സ്ഫുരണങ്ങൾ വൈലോപ്പിള്ളി കവിതയിൽ കാണാൻ കഴിയും. കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത്. കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പ്. ആ കുതിപ്പിൻ്റെ ബാഹ്യാഹ്ലാദാരവങ്ങൾക്കിടയിൽ അടിസ്ഥാന തലത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചും അപജയത്തെക്കുറിച്ചും അറിയാതെ പോകുന്നു. ഈ പ്രക്രിയ നഗരവൽക്കരണത്തിൻ്റെതാണ്. അത് പ്രകൃതിയുടെ സ്വാഭാവികതയെ മുടിക്കുന്നു. ഗ്രാമങ്ങൾ നഗരങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ വൈലോപ്പിള്ളി നേർത്ത രേഖകളിൽ വരച്ചിടുന്നുണ്ട്. എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കുറിച്ച് വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിൻ്റെ 6 പതിറ്റാണ്ട് മുൻപുള്ള ചിത്രമാണത്. ഇന്ന് ഇടപ്പള്ളിയിലാണ്. മാളുകളിൽ ഏറ്റവും ഭീമനായിട്ടുള്ള ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. 6 പതിറ്റാണ്ട് മുമ്പാണ് ഇടപ്പള്ളി എന്ന ഗ്രാമത്തെ നഗരം എങ്ങനെ വിഴുങ്ങുന്നു എന്ന് എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ വൈലോപ്പിള്ളി അവതരിപ്പിച്ചത്. പിൽക്കാലത്ത് അത്തരമൊരു നഗരഗ്രാസത്തിൻ്റെ ഫലമായി ഒരു നാട്ടിൻപുറം എച്ചിൽ പറമ്പായി മാറുന്ന ഭീഷണി ചിത്രം ആലാഹയുടെ പെൺമക്കളിൽ വരച്ചിട്ടത് കണ്ടപ്പോൾ വൈലോപ്പിള്ളിയുടെ ഈ ഗ്രാമചിത്രം ഓർത്തുപോയി. ആലാഹയുടെ പെൺമക്കൾ എന്നത് സാറാ ജോസഫിൻ്റെ നോവലാണ്. കോക്കാഞ്ചിറ എന്ന ഗ്രാമത്തെ തൃശ്ശൂർ നഗരം എങ്ങനെയാണ് വിഴുങ്ങിയത്, അവിടുത്തെ ആളുകളുടെ ജീവിതമെല്ലാം വരച്ചു കാട്ടുന്ന നോവലാണ് സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ. വികസനം മൂലം പ്രകൃതിക്കുണ്ടാകുന്ന മുറിവുകളെ വൈലോപ്പിള്ളി പിന്തുണക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പ്രകൃതി ചൂഷണങ്ങളെ വിമർശനാത്മകമായി കാണുന്ന രീതി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ കഴിയും. എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിനപ്പുറം പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് 80കളിൽ അദ്ദേഹം എഴുതിയ കവിതകളിൽ കാണാൻ കഴിയുന്നുണ്ട്. മൃതസഞ്ജീവിനി എന്ന കാവ്യനാടകം ഈ പാരിസ്ഥിതിക അവബോധം പുലർത്തുന്ന കൃതിയാണ്. ജീവന്റെ നിലനിൽപ്പു തന്നെ അസാധ്യമാക്കുന്ന തരത്തിലേക്ക് വികസിക്കുന്ന കണ്ണും മൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണത്തെ വിമർശന വിധേയമാക്കിയിരിക്കുകയാണ് ഈ കൃതിയിൽ. വൻകിട അണക്കെട്ടുകൾ കാട്ടിലെ പരമ്പരാഗത താമസക്കാരെ കുടിയിറക്കി വിടുന്നതിൻ്റെയും വേരുകളറ്റ ജനങ്ങളായി അവർ ചിതറി നശിച്ചു പോകുന്നതിൻ്റെയും ചിത്രങ്ങൾ മൃതസഞ്ജീവിനിയിലുണ്ട്. ഇതിനിടയിൽ കൊള്ളലാഭം നേടാനായി വനം വെട്ടി തടി കടത്തുന്നവരുടെ അത്യാർത്തിയുടെ ചിത്രവും ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന നീതിപാലകരുടെ ആലേഖനവും ഈ കാവ്യനാടകത്തിൽ കാണാൻ കഴിയും. പ്രകൃതിയുടെ അതിജീവനം പോലും സംശയത്തിലായിരിക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പ് എങ്ങനെയാവും എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് പിന്നീടുള്ള വൈലോപ്പിള്ളി കവിതകളിൽ കാണാൻ കഴിയുന്നത്. നിസ്വവർഗത്തെയും പ്രകൃതിയെയും പെൺമയെയും ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയെ വിമർശിക്കുന്നിടത്തോളം ഉയർന്ന മാനവികതാ ബോധത്തിലേക്ക് വൈലോപ്പിള്ളി കവിതകൾ വളരുന്നതായി കാണാം.
പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, വൈലോപ്പിള്ളി കവിതകളുടെ മുഖ്യ സവിശേഷതകളായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെല്ലാം? വിശകലനം ചെയ്യുക. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് പാടിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കൊളോണിയൽ അധിനിവേശത്തെ തുടർന്ന് മനുഷ്യ പരമ്പരയിൽ ഉണ്ടായ ബൗദ്ധികമായ മാറ്റങ്ങളെക്കുറിച്ചും പ്രകൃതിക്ക് മേൽ മനുഷ്യൻ ആധിപത്യം സൃഷ്ടിച്ചതിൻ്റെ വേദനകളും ആകുലതകളും പങ്കുവെക്കുന്നവയാണ് വൈലോപ്പിള്ളിയുടെ കവിതകൾ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങളുടെ വേരറ്റ വഴികൾ കണ്ടെത്തുകയായിരുന്നു കവി. മാനവിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പ്രകൃതിയുടെ മടിത്തട്ടിൽ പുലരണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ് കവി. പക്ഷേ വികസനത്തിൻ്റെ പാതയിൽ തനിക്ക് തടസ്സമെന്ന് തോന്നിയ എന്തിനേയും അറുത്തുമാറ്റുകയായിരുന്നു ആധുനിക മനുഷ്യൻ. വിജയത്തിനുമേൽ വിജയം കൊയ്യുമ്പോൾ വളർച്ചയുടെ ഓരോ ചുവടും ചുറ്റുവട്ടത്തെ ചെറുജീവികൾക്ക് പോലും വെല്ലുവിളിയായി മാറിയതിൻ്റെ വേദനകളാണ് വൈലോപ്പിള്ളി പങ്കുവയ്ക്കുന്നത്. കന്നിക്കൊയ്ത്ത്, ഓണപ്പാട്ടുകാർ, കയ്പവല്ലരി, വിത്തും കൈക്കോട്ടും, കുടിയൊഴിക്കൽ, മകരക്കൊയ്ത്ത്, കൃഷ്ണമൃഗങ്ങൾ, കുന്നിമണികൾ തുടങ്ങി നെഞ്ചുകീറി നേരിനെ കാണിച്ചവയെല്ലാം പ്രകൃതിയിലേക്കുള്ള നോട്ടം കാണുന്നില്ലേ? അതാണ് കവി. നഗരവൽക്കരണം മൂലം ഗ്രാമങ്ങൾ പ്രകൃതിയുടെ കുപ്പത്തൊട്ടിയായ സംസ്കാര പരിണാമത്തോടുള്ള വിയോജിപ്പും നാടിനോടുള്ള ആത്മബന്ധവും മുൻനിർത്തി വരാനിരിക്കുന്ന വിപത്തുകളെ വായനക്കാരിലൂടെ ദീർഘദർശനം നടത്തുകയാണ് വൈലോപ്പിള്ളി. ഉയർന്ന പാരിസ്ഥിതിക അവബോധവും മാനവികതയും നിറഞ്ഞു നിൽക്കുന്ന എഴുത്ത് രീതിയാണ് ഈ കവിതകളിൽ കാണുന്നത്. വികസനത്തെയും അതുവഴി പ്രകൃതിക്കുണ്ടാക്കുന്ന മുറിവുകളെയും വൈലോപ്പിള്ളി പിന്തുണക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പ്രകൃതി ചൂഷണങ്ങളെ വിമർശനാത്മകമായി കാണുന്ന രീതി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ശക്തമാകുന്നുണ്ട്. എല്ലാത്തിനെയും ജയിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ എന്ന് പാടുന്ന കവിതകളാണ് ജലസേചനവും മലതുരക്കലും. പ്രകൃതിയെ കീഴ്പ്പെടുത്തി മനുഷ്യൻ മുന്നേറുന്ന കാഴ്ചയാണ് ഈ രണ്ട് കവിതകളിലും കാണുന്നത്. ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കണ്ണും മൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണത്തിൻ്റെ ദൂഷ്യഫലങ്ങളും വൈലോപ്പിള്ളി തൻ്റെ കവിതകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മൃതസഞ്ജീവിനി എന്ന കാവ്യ നാടകത്തിൽ മനുഷ്യൻ്റെ ആർത്തി ഭൂമിയെ ജീവിക്കാൻ കൊള്ളാത്തതാക്കി തീർത്തതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് പങ്കുവയ്ക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന പ്രകൃതിബോധമാണ് വൈലോപ്പിള്ളി കവിതകളിൽ കാണുന്നത്. ഈ നിരീക്ഷണം വിശകലനം ചെയ്ത് മാനവികതയും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ എന്നത് പ്രകൃതിയും പ്രകൃതിയുടെ ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യമാണ്. മനുഷ്യനെ പോലെ തന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകേണ്ടത്. മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശി, സകല ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. ശുദ്ധവായുവും ശുദ്ധജലവും എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കേണ്ടതാണ്. മനുഷ്യനാകട്ടെ പ്രകൃതിയുടെ താളത്തെ തകിടം മറിക്കുകയാണ്. നാൾക്കുനാൾ മാറി മാറി വരുന്ന ആധുനിക വികസന ചിന്തകൾ മനുഷ്യൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ചെയ്തികളുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ നാം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല ഈ ഭൂമി, ഇനിയും എത്രയോ തലമുറകൾക്ക് ഇവിടെ ജീവിക്കാനുള്ളതാണ് എന്ന ബോധം നമ്മിലുണ്ടാകണം. വലിയ മണിമാളികകൾ പണിയുന്നതിനായി മരങ്ങളും മലകളും പുഴകളുമെല്ലാം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ആർത്തി മൂലം ഒരു ജീവജാലങ്ങൾക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാൻ ഇടമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. പുളിമാവ് വെട്ടിയിലെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് അതിനുത്തരം നിങ്ങൾ തനിയെ എഴുതുക. നാലാമത്തെ ചോദ്യം,
പ്രകൃതി പ്രമേയമായി വരുന്ന കഥകൾ, കവിതകൾ എന്നിവ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നതാണ്. നിരവധി പ്രകൃതി സംബന്ധമായ കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ, തേന്മാവ്, ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും, ഉണ്ണി ആറിൻ്റെ പ്രാണിലോകം, സുസ്മേഷ് ചന്ദ്രത്തിൻ്റെ ഹരിതമോഹനം. കവിതകൾ പറയുകയാണെങ്കിൽ ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം, ജി ശങ്കരക്കുറുപ്പിൻ്റെ പങ്കജഗീതം, പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യപൂജ, അയ്യപ്പ പണിക്കരുടെ കാടെവിടെ മക്കളെ, ഇങ്ങനെ നിരവധി കവിതകളും മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടുകാർ കണ്ടെത്തി വായിക്കുമല്ലോ. അടുത്ത ചോദ്യം, കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത്. മനുഷ്യ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതിന് ഈ വാക്യപ്രയോഗം എത്രമാത്രം പര്യാപ്തമാണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പ് നിസ്സാരമായ ഒരു കാര്യമല്ല. നാളുകൾ കൊണ്ടാണ് മനുഷ്യൻ നേടിയെടുത്തതാണ് ഈ വിജയങ്ങളുടെ ചരിത്രം. കാളവണ്ടി യുഗം എന്ന് പറയുന്നത് വേഗം കുറഞ്ഞ, മലിനീകരണമില്ലാത്ത ഒരു കാലഘട്ടമാണ്. സ്പുട്നിക് എന്നത് വേഗതയേറിയ, വികസന വീക്ഷണമുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. രണ്ട് യുഗത്തിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. എപ്പോഴും വികസനം സുസ്ഥിരമായിരിക്കണം. പ്രകൃതിക്ക് അനുകൂലമായ വികസനമാണ് ഉണ്ടാകേണ്ടത്. നാം എപ്പോഴും പ്രോത്സാഹനം നൽകേണ്ടത് പരിസ്ഥിതിക്ക് അനുകൂലമായ വികസനങ്ങളെയാണ്. അടുത്ത ചോദ്യം, പുരക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം കണ്ടെത്തി വ്യാഖ്യാനിക്കുക. പുരക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്നത് ഒരാൾക്ക് ആപത്തുണ്ടാകുമ്പോൾ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചുള്ളതാണ്. പുരക്ക് തീ പിടിക്കുമ്പോൾ അത് കെടുത്താൻ ശ്രമിക്കുന്നതിനു പകരം ചിലരെങ്കിലും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ഇതുപോലുള്ള മറ്റു ശൈലികളാണ് പോത്തിനോട് വേദമോതിയിട്ട് എന്ത് കാര്യം, അമ്മയ്ക്ക് പ്രാണവേദന, മോൾക്ക് വീണവായന, എലിയെ പേടിച്ച് ഇല്ലം ചുടുക. അടുത്ത ചോദ്യം, ചില സമസ്ത പദങ്ങൾ വിഗ്രഹിച്ചെഴുതിയത് നോക്കുക. ഹൃദയതാളം, ഹൃദയത്തിൻ്റെ താളം, കുട്ടിയാനാം, കുട്ടിയായ ആന, ആവി വണ്ടി, ആവിയാൽ ഓടുന്ന വണ്ടി. ഈ സമസ്ത പദങ്ങൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിൽ പദങ്ങൾ ചേർത്തെഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം കണ്ടെത്തുക. പദങ്ങൾ ചേർത്ത് ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ മേന്മകൾ എന്തെല്ലാം വിശകലനം ചെയ്യുക. സമസ്ത പദങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ: മനുഷ്യശക്തി, മനുഷ്യൻ്റെ ശക്തി; കേരള സമൂഹം, കേരളത്തിലെ സമൂഹം; പ്രേരണാശക്തി, പ്രേരണയുടെ ശക്തി; മഹാവിപിനം, മഹത്തായ വിപിനം; ജീവിത സമീപനം, ജീവിതത്തെക്കുറിച്ചുള്ള സമീപനം; ലോകബോധം, ലോകത്തെക്കുറിച്ചുള്ള ബോധം; അന്ധവിശ്വാസങ്ങൾ, അന്ധമായ വിശ്വാസങ്ങൾ; നവോത്ഥാന ചിന്ത, നവോത്ഥാനത്തെ സംബന്ധിച്ച ചിന്ത; വികാര വിചാരങ്ങൾ, വികാരങ്ങളും വിചാരങ്ങളും. ഇങ്ങനെ പദങ്ങൾ പ്രയോഗിക്കുന്നത് കൊണ്ട് വാക്യങ്ങൾ ചുരുക്കി പറയുന്നതിനും ഉച്ചാരണം സുഗമമാകുന്നതിനും ഭാഷയുടെ ഓജസ് നിലനിർത്തുന്നതിനും കാവ്യാത്മകമായി പ്രയോഗിക്കുന്നതിനും സാധിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുമല്ലോ.